തിരുവനന്തപുരം ശ്രീകാര്യത്ത് വെട്ടേറ്റ് ചികിത്സയിലായിരുന്ന കൊലക്കേസ് പ്രതി വെട്ടുകത്തി ജോയി മരിച്ചു. ഇരുകാലുകളിലും വെട്ടേറ്റ ജോയി മെഡിക്കൽ കോളേജിൽ ചികിത്സയിലിരിക്കെയാണ് മരിച്ചത്. അജീഷ് ജയകുമാർ ചേരുന്നുണ്ട് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങളുമായി. അജീഷ്, എന്തെല്ലാമാണ് ഏറ്റവും പുതിയ വിവരം? സ്മിത, ഇന്നലെ രാത്രി 9 മണിയോടെയാണ് തിരുവനന്തപുരം ശ്രീകാര്യം പൗടിക്കോണം സൊസൈറ്റി ജംഗ്ഷനിൽ വെച്ച് കുറ്റ്യാണി സ്വദേശിയായ വെട്ടുകത്തി ജോയിക്ക് വെട്ടേറ്റത്. ഓട്ടോറിക്ഷയിലെത്തിയ ജോയിയെ കാറിലെത്തിയ 3 അംഗ സംഘം ജംഗ്ഷനിൽ വെച്ച് വെട്ടുകയായിരുന്നു. 2 കാലിലും ഗുരുതരമായി പരിക്കേറ്റ ജോയിയെ ഇന്നലെ ശ്രീകാര്യം പോലീസ് എത്തിയ ശേഷമായിരുന്നു ആശുപത്രിയിൽ എത്തിച്ചത്. ഇവിടെ ആൾക്കൂട്ടത്തിന് മുന്നിലിട്ടായിരുന്നു ജോയിയെ ഈ 3 അംഗ സംഘം വെട്ടിയത്. ഒരു നീല കാറിലെത്തിയായിരുന്നു ആക്രമണം. അതിനുശേഷം ഈ ആൾക്കൂട്ടത്തിന് മുന്നിലൂടെ തന്നെ ഈ കാറ് കടന്നു പോവുകയും ചെയ്തു. ഇതിനുശേഷം ശ്രീകാര്യം പോലീസ് ജോയിയെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ എത്തിച്ചു. അമിതമായ രക്തം വാർന്ന് ഗുരുതരാവസ്ഥയിലായ ജോയി പുലർച്ചെ 2 മണിയോടെയാണ് മരിച്ചത്. സ്ഥിരം കുറ്റവാളി കൂടിയാണ് ഈ ജോയി. കാപ്പ കേസിൽ ജയിലിലായിരുന്ന ജോയി 2 ദിവസം മുമ്പാണ് ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയത്. ഇതിനുശേഷമാണ് ഈ ആക്രമണം ഉണ്ടായത്. വട്ടപ്പാറ സ്റ്റേഷനിലടക്കം സ്ഥിരം റൗഡി ലിസ്റ്റിൽപ്പെട്ട ആളാണ് ഈ ജോയി എന്നാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും ഇന്ന് പുലർച്ചെ 2 മണിയോടെയാണ് ജോയിയുടെ മരണം സ്ഥിരീകരിച്ചത്. ശരി, അജീഷ് ജയകുമാറാണ് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത്.